ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ലേഡീസ് പാൻറ്റിൻ്റെ നമ്മുടെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള പാൻറ്റ് കട്ട് ചെയ്ത് അതുപോലെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് ഉള്ളത് 39 ഇഞ്ചാണ്. നമുക്ക് 33 ഇഞ്ചാണ് ആവശ്യം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് അതുപോലെ 33 ഇഞ്ച് കറക്റ്റിൽ നമ്മൾ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുക. നമ്മുടെ ബോട്ടം ഭാഗത്ത് കണ്ടോ ഈ ഒരു ബോർഡർ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഒരു ഇലാസ്റ്റിക് ടൈപ്പിൽ. നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ അളന്ന് നോക്കുന്നു. നമുക്ക് 2 ഇഞ്ചാണ് അത് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ആ ഒരു ബോർഡർ നമുക്ക് വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. 2 ഇഞ്ചാണ് വരുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ആ ഒരു ബോർഡർ തയ്ച്ചെടുക്കുവാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് നമുക്ക് തുന്നത്തുണി വേണം. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ആ ഒരു 1.5 ഇഞ്ച് കണ്ടോ, ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 1.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ വീതി. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് താഴെ ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇവിടെ നിന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡും ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിതൊന്ന് അയച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ഭാഗം നമ്മളൊന്ന് അയച്ചെടുക്കുകയാണ്. നമ്മുടെ ടീഷർട്ടിൻ്റെ സ്ലീവിലും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്തൊക്കെ വരുന്ന ഈ ഇലാസ്റ്റിക് ടൈപ്പിലുള്ള ഒരു സ്റ്റിച്ചിങ് ആണത്. റെഡിമെയ്ഡ് പാൻറ്റിലൊക്കെ ലേഡീസ് പാൻറ്റിലൊക്കെ ഉണ്ടാകും. ഇനി നമ്മൾ ഇതിൻ്റെ ബോട്ടം കറക്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ തുണിയെ ഇതുപോലെ മറിച്ചിടുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗം കണ്ടോ, നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ബോട്ടം ഭാഗത്ത് നിന്ന്, ഇൻസൈഡ് ഭാഗത്ത് നിന്ന്, സൈഡ് ഭാഗത്ത് നിന്നല്ല. ഇത് നമ്മൾ ഇതുപോലെ കറക്റ്റ് വെക്കുന്നു. ഇനി ഇതിനേക്കാൾ നമുക്ക് അല്പം ലൂസ് നമുക്ക് പാൻറ്റിൽ വേണം. അപ്പോൾ നമ്മൾ ഇവിടെ അല്പം കൂടി തുണി വെച്ചുകൊണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു സൈഡ് കറക്റ്റ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ അല്പം കൂടി തുണി വെച്ച് അല്പം കൂടുതൽ ലൂസ് കിട്ടുവാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് മതിയെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് വെച്ച് അതിൻ്റെ തുണി കൂടി വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്ക് കണ്ടോ, നമ്മുടെ ഉൾഭാഗത്താണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. സൈഡ് ഭാഗത്തുള്ള പീസിൽ കട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു ക്രോച്ച് വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് 2 കാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് നമ്മുടെ ഈ ഒരു പീസ് കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ കണ്ടോ അല്പം നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാലിൻ്റെ ബോട്ടം ഭാഗത്തുള്ള ഈ ഒരു പീസിനെ അല്പം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അല്പം കൂടുതൽ ലൂസ് കിട്ടുവാൻ വേണ്ടിയാണ്. കറക്റ്റായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്ത് ബോട്ടം ഭാഗത്തുള്ള ലൂസ് കുറച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു സ്റ്റിച്ചും നമ്മുടെ ഈ ഒരു പീസിൻ്റെ സ്റ്റിച്ചുകളും തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വെക്കുക. നമ്മുടെ ആ ഒരു റൗണ്ട് പീസ് നമ്മുടെ ബോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ കണ്ടോ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് അല്പം ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഈ ഒരു ജോയിൻറ്റ് നമ്മുടെ രണ്ടാമത്തെ ജോയിൻറ്റും കണ്ടോ ഇതുപോലെ ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് വലിച്ചു കൊടുക്കുക. നമുക്കിതൊരു ബനിയൻ ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് വലിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് റൗണ്ടിൽ കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കണ്ടോ. നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. ഇതുപോലെ റൗണ്ടിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. കണ്ടോ
ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ കാലിൻ്റെയും ഈ ഒരു ഉള്ളിലേക്ക് കണ്ടോ, ഈ ഒരു ബോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗവും ഈ ഒരു പീസിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗവും തമ്മിൽ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇതുപോലെ കറക്റ്റ് ഇവിടെ ഒരു അരയിഞ്ച് തുന്നി പിടിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ ആ ഒരു സൈഡിലുള്ള ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായി നമ്മുടെ ആ ഒരു ബോട്ടം ഭാഗത്തുള്ള പീസിൻ്റെ സ്റ്റിച്ചും വരുന്ന രീതിയിൽ ഒന്ന് വലിച്ചുകൊണ്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിതിങ്ങനെ റൗണ്ടിൽ കണ്ടോ, ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ 2 സ്റ്റിച്ച് നമ്മൾ റൗണ്ടിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. ഈ ഒരു ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഓവർലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, വലിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. കണ്ടോ, നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ അതേ ഫിനിഷിങ്ങിൽ തന്നെ കണ്ടോ, നമ്മുടെ ആ റെഡിമെയ്ഡിൽ വന്നിട്ടുള്ള അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് 33 ഇഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.